എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ഇച്ചിരി ഡൗണിൽ പോയിട്ട് നിഫ്റ്റി കയറി വന്ന് ഇന്നത്തെ ഹൈയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെ ചാർട്ട് കാണുമ്പോൾ നമുക്കറിയാം ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം CPI ലെവലിൻ്റെ താഴെ പോയി ഒരു പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ കയറി വന്ന് പിന്നെ അതിന് ശേഷം വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു മുകളിലോട്ട് തന്നിട്ടുള്ളത്. ഇടയ്ക്ക് ഇവിടെ ചെറിയൊരു കറക്ഷൻ വരുന്നുണ്ടെങ്കിലും വീണ്ടും അപ്പിലോട്ട് തന്നെയാണ് പോയത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഓപ്പണിങ് തന്നെ താഴെ പോയി പിന്നെ അത് കയറിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് ടൈമിലാണൊന്ന് കയറി പ്രീവിയസ് ഡേ ലോയുടെ അടുത്ത് വരെ വന്നത്. എന്നിട്ടും ഇതിൽ തന്നെയായിരുന്നു, മൈനസിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർസിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ചാൻസ് വന്ന ഷെയറുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ 16 ഷെയർ എടുത്തിരുന്നതിൽ നല്ല രീതിയിൽ ഒരു 8-9 ഷെയർ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് നാളത്തേനുള്ള ഷെയർസ് നോക്കാം. അപ്പോൾ നിഫ്റ്റി ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നിഫ്റ്റി 0.31 പ്ലസിലാണ്. ബാങ്ക് നിഫ്റ്റി -0.51 ആണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും 11,340 റേഞ്ചിലോട്ടുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ട് വരെ ചിലപ്പോൾ പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷേ അതിനകത്തൊരു കറക്ഷൻ്റെ ടൈം ആയെന്ന് തോന്നുന്നു മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ. അപ്പോൾ മിഡ് ക്യാപ്പ് കമ്പനിയിൽ ഈ നല്ല ഹെവി അപ്പിൽ പോയ ഷെയർസിനകത്തു നിന്നൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. അപ്പം നമ്മൾ നാളത്തേനെ 18 ഷെയറാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ 18 ഷെയറിൽ ഈ പല ഷെയർസിനകത്തും നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ആസ്ട്രാൾ എന്ന് പറയുന്ന ഷെയർ നാളെ ഓപ്പണിങ്ങിൽ ഈ R1 പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതല്ല ഈ ആവറേജിന് താഴോട്ട് നിൽക്കുന്നതാണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും ഈ ആസ്ട്രാൽ ഷെയർ. അതുപോലെ ഈ അപ്പോളോ ടയറിൻ്റെ ആവറേജ് 494 ആണ്. ചിലപ്പോൾ 500 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 494 ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല ഈ 510 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. 510 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ പറ്റും. അതുപോലെ കോൾ ഇന്ത്യ ഇന്ന് മാർക്കറ്റ് നല്ല അപ് ട്രെൻഡിലായിരുന്നു. ഇതിന് വേണമെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് മൂവ്മെൻറ്റ് നടന്നായിരുന്നു ഈ ഷെയറിനകത്ത്, ഈ കോൾ ഇന്ത്യക്കകത്ത്. പക്ഷേങ്കിൽ അത് രാവിലെ ഒരു ഹൈ അടിച്ചതിന് ശേഷം അത് മാക്സിമം 500-502 ലെവലെ പിടിച്ചിരുന്ന ഷെയർ. ഇപ്പം ബുള്ളിഷ് ട്രെൻഡുള്ളൊരു ഷെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മാർക്കറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അതിന് കയറി പോയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ നാളെ ഈ ഷെയർ ഈ ലെവലുകൾ 507, 508 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ചാൻസ് നമുക്ക് ലെവലുകൾ വന്നിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇത് ഈ ലെവലിൽ വരാതെ തന്നെ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 508, 509 റേഞ്ചിന് മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ഇതിനകത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക ഷെയർ. അതല്ല എങ്കിൽ ഇപ്പം 501, 502, 503 റേഞ്ച് പോയിട്ട് കയറുന്നില്ല, 501 ഈ ആവറേജിന് താഴോട്ട് പോയെങ്കിൽ നമുക്ക് അന്നേരത്തെ ഒരു ഹൈയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും അതിനകത്ത്. അതുപോലെ മെട്രോപോളിസ് ഇത് റിസൾട്ട് വന്നു എന്നാലൊരു വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടായിരുന്നു. അതിൻ്റെ അനുസരിച്ച് മൂവ്മെൻറ്റ് ഇന്ന് ഹൈയിൽ പോയി 2050 ഹൈ അടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ നിന്നില്ല, അത് ഷെയർ ഇറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ നാളെ ഈ ഷെയർ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതാണ് നമുക്ക് ചാൻസ് എടുക്കാം. മെട്രോപോളിസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ട്. പക്ഷേങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അത് പിന്നീട് ഓപ്പണിങ്ങിൽ ഒരു 10-11 മണിയായപ്പോൾ അടിച്ച ഹൈ പിന്നീട് അടിച്ചിട്ടില്ല, പിന്നെ കണ്ടിന്യൂസ് ഇറക്കമായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി ഈ ഷെയറിനത് കുറച്ചേ ചെയ്യാവും. ഹെവി മൂവ്മെൻറ്റ് കാണിക്കും. അതുപോലെ ബയറും സെല്ലറും മാർക്കറ്റ് ഡെപ്ത് നോക്കുമ്പോൾ ബെസ്റ്റ് 5 കാണാൻ പറ്റത്തില്ല, കുറച്ചേ കാണത്തുള്ളൂ.
അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ലെവലുകൾ വരുവാണെങ്കിൽ മാത്രം എടുക്കും. ഇപ്പോൾ 2000 മുകളിൽ പോയിട്ട് 1992 താഴെ വരുവാണെങ്കിൽ എൻട്രി എടുക്കുക. ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതിനുശേഷം ഈ ITIയും 33 ഹൈയും അതിൻ്റെ R1 332 ഈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. അതെല്ലാം മുകളിലോട്ട് പോകണമെങ്കിൽ അടുത്ത ലെവലുകൾ വന്നിട്ട് നോക്കുക. ഈ ഗ്രാനുവൽസ് എന്ന് പറയുന്ന ഷെയർ ഹൈയിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇന്ന് ഇതിനകത്ത് ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ട്. ബ്ലോക്ക് ഡീല് പ്രൊമോട്ടർ സെല്ല് ചെയ്യുമായിരുന്നു. അപ്പം ആരാണ് ബൈ ചെയ്തതെന്ന് കണ്ടില്ല. പക്ഷേങ്കിൽ ഈവനിങ്ങിലുണ്ട്. അങ്ങനെ ആരാ ബൈ ചെയ്തെന്ന് ഇതാ കാണിച്ചെങ്കിൽ ഞാനത് ഗ്രൂപ്പിലിടാം. അതല്ല പ്രൊമോട്ടർ സെല്ല് ചെയ്ത സാധാരണ നല്ല ഗ്രൂപ്പുകൾക്കല്ല എങ്കിൽ ഈ ഷെയർ നാളെ തിരിച്ചിറങ്ങിപ്പോവും. ഈ ഗ്രാനുവൽസ് എന്ന് പറയുന്ന ഷെയർ. അപ്പോൾ അത് ഈ ലെവലുകൾ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുപോലെ IIFL സെക്യൂരിറ്റീസ് 190 ക്ലോസിങ്. എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം 200 മുകളിൽ കയറി വരാൻ ചാൻസ് കൂടുതലായി ഷെയർ. 200 മുകളിൽ പോയിട്ട് 201, 203, 204 പോയിട്ട് 201, 90 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ 196 ഇതിൻ്റെ പ്രീവിയസ് ഡേ ഇന്നത്തെ ഹൈയും 196 ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ 199 പോയിട്ട് ഇല്ല 200 ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഈ 196 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ജയ്കോർപ്പ് ശ്രദ്ധിക്കുക. ജയ്കോർപ്പ് R1, R2 ഏത് റേഞ്ച് വരുക എന്നിട്ട് ഇറങ്ങുന്ന ആ സമയത്ത് എൻട്രി എടുക്കുക. NIACL എന്ന് പറയുന്ന നാഷണൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് അതാണ്. ഇത് ഇന്ന് റിസൾട്ട് ഉണ്ട്. റിസൾട്ട് മാർക്കറ്റ് ടൈമിൽ പബ്ലിഷ് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ റിസൾട്ടിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നാളെ ഇതിനകത്ത് കിട്ടുന്നത്. എന്നാലും നാളെ നല്ല റിസൾട്ടാണെങ്കിലും ഈ R1, R2 റേഞ്ചിൽ പോയിട്ട് ഓപ്പണിങ്ങിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. JBMA 2000 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. 2020 ആ റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിനകത്ത് ചാൻസ് എടുക്കുക. ഇത് വെൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ഗ്രാവിറ്റായും R1, R2 റേഞ്ച് വന്നിറങ്ങുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വിട്ടേക്കുക. KCLൻ്റെ ഇന്ന് റിസൾട്ടുണ്ട്. അത് മാർക്കറ്റ് ടൈമിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. നാളെ അത് നല്ല റിസൾട്ട് ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഓൾ ടൈം ഹൈ ആണെന്ന് തോന്നുന്നു. KCL നോക്കട്ടെ. അതിൻ്റെ 52 വീക്ക് ഹൈ 909 കാണിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ് ഒരുമാതിരി നല്ല റിസൾട്ടാണെങ്കിൽ ഇതിന് മുകളിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഇറങ്ങാൻ ചാൻസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കുക. ഇതിൻ്റെ ഇതുണ്ട് R1 908, അതായത് 52 വീക്ക് ഹൈയുടെ അടുത്താണ്. 909 സംതിങ് ആണ് 52 വീക്ക് ഹൈ. അപ്പോൾ ഒരു സാധാരണ റിസൾട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിന് മുകളിലോട്ട് ഒന്ന് ട്രേഡായിട്ട് ചിലപ്പോൾ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ HG ഇൻഫ്ര അതും ഹൈയും R1 നോക്കിയേ ഏകദേശം സെയിമാണ്. ഈ 2 ലെവലിൽ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ഷെയറും. ഫിൻകേബിള് എനിക്ക് തോന്നുന്നത് R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ആവറേജിലൊക്കെ നോക്കിയെടുക്കാം. പക്ഷേങ്കിൽ ഏറ്റവും ഒരു സേഫായിട്ട് എനിക്ക് തോന്നുന്നത് R1 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന. അതല്ല എങ്കിൽ ഇപ്പം 1190 ആ റേഞ്ചിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ, പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസിന് ഒത്തിരി ഗ്യാപ്പ് വരും. 1172 താഴെ പോകുമ്പോൾ എൻട്രി എടുക്കുക. പക്ഷേ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഒത്തിരി ഹൈയിലിടേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് എടുക്കാൻ. PNC ഇൻഫ്ര ഇതും ശ്രദ്ധിക്കുക. 517 ക്ലോസിങ്. ഹൈയുടെ മുകളിൽ പോയിട്ടോ അതല്ല R1 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയാണ്. അപ്പോൾ ഈ ഷെയറുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഷെയറുകൾ ഞാൻ പറഞ്ഞ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടാൻ സാധ്യതയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം തന്നിരുന്ന ഷെയർസിനകത്ത് കുറച്ച് ഷെയറുകൾ നോക്കാം. ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് തന്ന ഷെയർ ഒന്ന് വീൽസ്, ഹിന്ദുസിങ്ക്,
പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, IIFL സെക്യൂരിറ്റീസ്, സുദർശൻ കെമിക്കലിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ ബൈ പറഞ്ഞിട്ടാണ് 20 MA. 20 MA വഴി ബൈ ചാൻസ് തന്നപ്പോൾ അതൊരു 10-12 രൂപ കയറി തന്നിട്ടുണ്ട് ആ ഷെയർ. പിന്നീട് ഇർക്കോൺ എന്ന് പറഞ്ഞ ഷെയർ, ജിന്ദാൽ സ്റ്റീൽ, ഇതിനകത്തൊക്കെ ചാൻസ് തന്നിട്ടുണ്ട്. ഞാനൊരു 4-5 ഷെയർ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ നമ്മൾ 1693 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ 100 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റാണ്. 10 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് 100 രൂപയുടെ പ്രോഫിറ്റാണ് അത് കാണിക്കുന്നത്. നല്ല സൂപ്പർ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം RVNL എന്ന് പറയുന്ന ഷെയർ, RVNL ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അതിനുശേഷം R1 അടിച്ചു. ഇത് നമ്മൾ സൂം ചെയ്യാമെങ്കിൽ കാണാം. R1 മുകളിൽ ട്രേഡായി. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, R1 മുകളിൽ ഇവിടെ വരട്ടെ. നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. 357 റേഞ്ചിലൊരു എൻട്രി എടുത്താൽ 360 സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടോ നോക്കിയാൽ 10 മിനിറ്റ് കൊണ്ട് അതും 357 റേഞ്ച് തന്നെ 331, ഏകദേശം 26 രൂപ പ്രോഫിറ്റ് അത് കാണിച്ചു. അതിനുശേഷം ആ റേഞ്ചിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ തന്നെ നല്ല കിടന്ന് ട്രേഡിങ് ആകുമായിരുന്നു. അതിനുശേഷം വീൽസ് ഇന്ത്യ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇവിടുന്ന് 707 റേഞ്ച് നമുക്ക് 687, അതായത് 20 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചിട്ട് അത് തിരിച്ചിവിടെ ഇറങ്ങും. പക്ഷേ അത് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് വരും. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ നല്ലൊരു പ്രോഫിറ്റ്. പക്ഷേ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് നമ്മൾ ഹൈ ഇട്ടാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും. ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷേങ്കിൽ അതിനുശേഷം നമുക്കിവിടെ നല്ല ചാൻസ് തരുന്നുണ്ട്. ഇവിടുന്ന് 722 നമുക്ക് 703 റേഞ്ച് വരെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും. അപ്പോൾ വീൽസിനകത്ത് അങ്ങനെയായിരുന്നു. വീൽസിനകത്ത് പക്ഷേ ഒരു രണ്ട് എൻട്രി നല്ലത് കിട്ടുന്നുണ്ട്. ഒരു എൻട്രിക്കകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയർ ഈ റോളക്സിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് നല്ല ചാൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ മായ്ച്ച് കളഞ്ഞത്. അത് വേണ്ട, നോക്കട്ടെ. പിന്നീട് നമുക്ക് ഇർക്കോൺ എന്ന് പറയുന്ന ഷെയർ, ഇർക്കോൺ നമുക്ക് ആവറേജ് എന്നാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം IIFL സെക്യൂരിറ്റീസ്, ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു 188-90, നമുക്ക് 184, ഏകദേശം 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മുകളിൽ ഹൈ അടിച്ച് കയറി പോകുമ്പോൾ നമ്മൾ അടുത്ത ലെവലിൽ പോകുന്ന നോക്കില്ല. അതിനുശേഷം ഈ ലെവലിൽ കട്ട് ചെയ്ത് 192 റേഞ്ച് നമുക്ക് വീണ്ടും 187 ആ റേഞ്ചിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5, ഇവിടെ ഒരു 4 രൂപ, പിന്നെ ലാസ്റ്റിൽ അത് ആ റേഞ്ചിൽ തന്നെ നിൽക്കുക, ഇറങ്ങിയില്ല. 2 ചാൻസ് നമുക്ക് അതിനകത്ത് തരുന്നുണ്ട്. അപ്പോൾ വേറെ 3-4 ഷെയറിനകത്ത് നമുക്ക് ചാൻസുകളുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന രീതി സ്ഥിരം കാണുന്നവർക്ക് അത് മനസ്സിലാകും. പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അതെങ്ങനെ ഷോർട്ട് സെല്ലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് വരുന്നൊരു ട്രേഡ് എടുക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.